ഗുഡ് മോർണിംഗ് ഓൾ. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ തുടങ്ങാം. ഓക്കെ അല്ലേ? ഹൗ വാസ് ദ മെഡിറ്റേഷൻ ടുഡേ? നിങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നോ? നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ശരിക്കും നമുക്ക് ക്ലിയർ കട്ടായിട്ട് നമ്മുടെ എന്താണോ ഗോൾസ് കറക്റ്റ് നമുക്ക് നോക്കി കാണാൻ പറ്റണം. അതിൽ ക്ലാരിറ്റി ഇല്ല, കുറെ അത് വേണം ഇത് വേണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ലൈഫിലെങ്കിൽ എന്താണ് നമുക്ക് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ കറക്റ്റ് നമുക്കത് ഫീല് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ, നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല. ക്ലിയർ ആണുള്ള കാര്യങ്ങളെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് ഒരു ഷോപ്പിൽ തന്ന് നമുക്ക് എന്ത് സാധനം മേടിക്കണമെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് മേടിച്ചു കൊണ്ടുവരുന്നത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളായിരിക്കില്ല. നമ്മൾ അനാവശ്യമായിട്ട് ഓരോ സമയം ഓരോ സെക്കൻഡ് അനാവശ്യമായിട്ട് ചെലവഴിക്കുമ്പോഴും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആവശ്യമില്ലാത്ത ഒരുപാട് സംഭവങ്ങൾ മേടിക്കുമ്പോഴും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങള് ആവശ്യമുള്ള സംഭവങ്ങളാണ് നമ്മൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ലൈഫിൽ എന്ത് വേണം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഗോള് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, നമുക്കപ്പോ ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക് ഓർമ്മയുണ്ടായിരുന്നോ? ജസ്റ്റ് കമന്റ് ബോക്സ് എടുക്കുക, കമന്റ് ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് എന്തായിരുന്നു നമ്മൾ പറഞ്ഞു വെച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നോ? ജസ്റ്റ് കമന്റ്. ആരോഗ്യമുള്ള ഒരു ഹെൽത്തി ലൈഫ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അല്ലെ? ഓക്കെ സുമേഷ്, ഓക്കെ സനിൽ, ഓക്കെ ഓക്കെ നുസ്രത്ത്. അപ്പോൾ നമുക്ക് സ്വയം നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കുക എന്നുള്ളത്, അത് എന്ത് പ്രശ്നങ്ങളായിരുന്നാലും, പ്രധാനമായിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ, ആരോഗ്യം റെഡി ആവണമെങ്കിൽ പലപ്പോഴും ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അല്ലെ? നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങള്, അതേപോലെ തന്നെ നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങള്, നമ്മുടെ ബന്ധങ്ങള്, റിലേഷൻഷിപ്പുകള്, ഫാമിലി, കുടുംബം, സുഹൃത്ത് വലയം ഒക്കെ, ഈ എല്ലാ പ്രശ്നങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അല്ലെ? ഇതിൽ എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ബാക്കിയുള്ളിടത്തെല്ലാം കാണാൻ തുടങ്ങും അല്ലെ? നമ്മുടെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ളതിൽ പ്രശ്നങ്ങൾ വരാം. ബന്ധങ്ങളില് സാമ്പത്തികപരമായിട്ട് പ്രശ്നങ്ങൾ നിരന്തരം പ്രശ്നങ്ങളാണെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തില് എല്ലാത്തിലും നമുക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ പറ്റില്ല അല്ലെ? ഇതൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ്. ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് മെച്ചപ്പെടുത്താൻ പറ്റില്ല. ഇല്ലല്ലോ? ജസ്റ്റ് കമന്റ് യെസ് പറഞ്ഞോ. ഇതൊക്കെ കണക്റ്റഡ് ആണ്. അപ്പൊ ഇതില് എങ്ങനെ കറക്റ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ എടുക്കാം? ക്ലിയർ ആയിട്ട്, ഞാൻ പറഞ്ഞ പോലെ ക്ലാരിറ്റി വേണം നമുക്ക്. എന്തെനിക്ക് ചെയ്യാനുണ്ട് ഇന്നത്തെ നിമിഷം, ഞാൻ രാവിലെ എണീറ്റ് രാത്രി കിടക്കുന്നത് വരെ എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് എന്നുള്ളത് നമുക്ക് ക്ലാരിറ്റി വേണം എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് ഇതിൽ എന്ത് ചെയ്യണം, ആരോഗ്യത്തിന് വേണ്ടി എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അപ്പൊ എന്ത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണമെന്ന് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നോക്കുന്നു. ഇതിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പഠിത്തം പഠിക്കുന്നു, എന്നിട്ട് ഇതിൽ മൊത്തം കൺഫ്യൂഷൻ ആക്കി ഇരിക്കുന്നു. ഇതാണ് അധികം ആൾക്കാരും ചെയ്യാറുള്ളത്. ഒരുപാട് കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥമായിട്ടുള്ള റൂട്ട് കോസ് മുതൽ തുടങ്ങിയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ മേലെ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? നമ്മുടെ ഒരു എക്സാമ്പിൾ പറയാറുണ്ട്, പഞ്ചറായ ടയറിന്റെ മേലെ കാറ്റടിക്കുക എന്ന് പറയും. അതേപോലെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഉപരിതലത്തില് പുറത്തേക്കുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. നമ്മുടെ പ്രശ്നങ്ങളായിരുന്നാലും അന്നേരം തൽക്കാലമായിട്ട് അതിന് എന്ത് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും? എനിക്ക് സന്തോഷം കിട്ടുന്നില്ല, തൽക്കാലം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡ്രഗ്സ് യൂസ് ചെയ്യണോ, ബാക്കിയുള്ളത് ചെയ്യണോ, അല്ലെങ്കിൽ തൽക്കാലം ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടി ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈഫിൽ എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ നമുക്ക് ചെയ്യണം. അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നതെങ്കിൽ നമുക്കിത് ക്ലിയർ ആയിട്ട് അടിസ്ഥാനപരമായിട്ട് തുടങ്ങി കാര്യങ്ങൾ പരിഹരിക്കാനും പരിഗണിക്കാനും നമുക്ക് സാധിക്കില്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് പറയാം, സെൽഫ് ഹീലിംഗ്. നമ്മുടെ അസുഖങ്ങള്, നമ്മുടെ ശാരീരികപരമായിട്ടുള്ള പ്രശ്നങ്ങള് നമുക്ക് തന്നെ എങ്ങനെ ഹീല് ചെയ്ത് കറക്റ്റായിട്ട് മാറ്റിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ആദ്യം
നമ്മുടെ അസുഖങ്ങൾ പൂർണ്ണമായിട്ടും മാറിപ്പോവണമെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്, ഒന്നാമതായിട്ട് കൊണ്ടുവരേണ്ടത് മൈൻഡ് ബോഡി കണക്ഷൻ എന്നുള്ളതാണ്. നമ്മുടെ മനസ്സാണ് നമ്മുടെ ശരീരം എന്നുള്ളത്, നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ആരോഗ്യം എന്നുള്ളത്. നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ ആരോഗ്യവും നമ്മുടെ സന്തോഷവും കിടക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം, ആ ഒരു അവയർനെസ് ആണ് നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ കൊടുക്കേണ്ടത്. അതിന്റെ ഒരു ബ്യൂട്ടി, അതിന്റെ ആ ഒരു ഭംഗി നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് പൂർണ്ണമായിട്ടും നമ്മൾ ഇറക്കി വിടണം. അല്ലെ? നമ്മുടെ ചിന്തകളാണ്, നമ്മൾ എന്ത് ചിന്തിക്കുന്നു, നമ്മൾ രോഗങ്ങളെ കുറിച്ചാണ് എന്നും എനിക്ക് ഈ അസുഖം, ഈ ഒരു പ്രശ്നമുള്ളത്, ക്യാൻസർ ആകുമോ ക്യാൻസർ ആകുമോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? 3000 ഏകദേശം 6000-ഓളം അസുഖങ്ങൾ ഉണ്ട് എന്നാ പറയാം. പല തരത്തിലുള്ള അസുഖങ്ങൾ കേട്ടോ. നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലെ അസുഖങ്ങൾ എന്ന് പറയുക. നമ്മൾ ചെറിയ ചെറിയ കൊച്ചു പ്രശ്നങ്ങള്, പരിഭവങ്ങള് നമ്മുടെ ശരീരത്തിൽ ഉള്ളതിനെ കൂടുതലായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നു. അതിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ബാക്കിയുള്ള നമ്മുടെ ആരോഗ്യപരമായിട്ട് ജീവിതത്തില് നമുക്ക് സന്തോഷിക്കാനുള്ള ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള, അല്ലെ, നന്ദി പ്രകാശിപ്പിക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കാണുന്നില്ല. നമ്മുടെ ചിന്തകളിൽ നമ്മൾ ക്ലാരിറ്റി കൊണ്ടുവരണം. നമ്മുടെ ചിന്തകളിൽ നമ്മൾ ആരോഗ്യപരമായിട്ടുള്ള ചിന്തകളാണ് നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെ എൻ്റെ മനസ്സുകൊണ്ട്, എൻ്റെ ചിന്തകൾ കൊണ്ട്, ശരിയായിട്ടുള്ള വിൽ പവർ കൊണ്ട് എനിക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഉത്തമ ബോധ്യമാണ് നമ്മുടെ അകത്തേക്ക് കൊടുക്കേണ്ടത്. ലോകത്ത് ഉള്ള ഏറ്റവും വലിയ ഒരു കളവെന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ കളവെന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കളവെന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണം, എൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് കാരണം, ഞാനൊരു രോഗിയാണെങ്കിൽ രോഗിയായി പോയതിൻ്റെ കാരണം, എന്നെ സാമ്പത്തികപരമായിട്ട് മാനസികപരമായിട്ട് എനിക്ക് സന്തോഷിക്കാൻ പറ്റാത്തതിൻ്റെ, ബന്ധങ്ങളിലെ എനിക്ക് പ്രോബ്ലംസിൻ്റെ ഒക്കെ കാരണം എൻ്റെ ഇന്നലകളില് ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളായിരുന്നു. എൻ്റെ ജീവിതത്തില് എൻ്റെ ചുറ്റുപാടുമുള്ള ആളുകളായിരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ നേരിട്ട വെല്ലുവിളികളും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു എന്നുള്ളതാണ്. അത് കള്ളമാണ് പൂർണ്ണമായിട്ടും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, പ്രശ്നങ്ങളല്ല നമ്മളെ നമ്മളാക്കി മാറ്റുന്നത്. ആ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കുന്നു, ആ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു, അതിന് എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ്. നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞാലും നമ്മളെക്കാൾ വലിയ പ്രശ്നങ്ങളിൽ സുന്ദരമായിട്ട്, വളരെ ഭംഗിയായിട്ട് അതിനെ നേരിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് എന്നിരിക്കെ, നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് മാത്രമാണ് അത് നമ്മളെ ബാധിക്കുന്ന ഘടകം, പ്രശ്നങ്ങളല്ല. നിങ്ങൾ ഓർത്ത് നോക്കുക, ബാക്കിയുള്ളവർക്ക് വലിയ പ്രശ്നങ്ങളായി വന്ന പലതും നമുക്ക് ചിലപ്പോൾ നമ്മൾ ബാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ബാക്കിയുള്ളവരെ ബാധിക്കാത്ത പലതും നമ്മളെ ബാധിച്ചിട്ടുണ്ടായിരിക്കും. പ്രശ്നങ്ങളുടെ ഗ്രാവിറ്റി, അതിന്റെ വലിപ്പമല്ല പ്രശ്നം. നമ്മൾ അതിനെ എത്രത്തോളം എടുക്കുന്നു, നമ്മൾ അതിനെ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത്, അതിനെതിരെ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചു, അത് എങ്ങനെയാണ് നമ്മൾ എടുത്തത് എന്നുള്ളത് മാത്രമാണ് പ്രശ്നങ്ങളും നമ്മളും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞത്. പ്രശ്നങ്ങളല്ല നമ്മളെ നമ്മളാക്കി തീർക്കുന്നത്. നമ്മൾ അത് എങ്ങനെ മനസ്സിലേക്ക് എടുത്തു, അതിനെക്കുറിച്ചുള്ള നമ്മുടെ ചിന്ത എന്തായിരുന്നു, അത് മാത്രമാണ്. ജസ്റ്റ് കമന്റ് യെസ് ഓർ നോ. അല്ലെ? പ്രശ്നങ്ങളല്ല പ്രശ്നം, അല്ലെ? നമ്മുടെ ചിന്തകൾ മാത്രമാണ് പ്രശ്നം. അതിനെക്കുറിച്ച് നമ്മൾ എത്ര മനസ്സിലേക്ക് എടുത്തു, എത്ര പെർസെൻറ്റേജ്, എത്ര ശതമാനം മനസ്സിലേക്ക് എടുത്തു എന്നുള്ളത് മാത്രമാണ് ക്വസ്റ്റ്യൻ. അത് മാത്രമാണ് പ്രശ്നം, അത് മാത്രമാണ് പരിഹരിക്കപ്പെടേണ്ടത്. ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക്കലി വരും. നമ്മുടെ ചിന്തകളിൽ ക്ലാരിറ്റി വന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചിന്തകൾ കറക്റ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കുമെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്തേക്ക് വരും. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ മനസ്സ്.
നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ആരോഗ്യം, നമ്മുടെ ശരീരം എന്ന് പറഞ്ഞ നമ്മുടെ മനസ്സാണ്. നമ്മുടെ സമ്പത്തും റിലേഷൻസും ഒക്കെ നമ്മുടെ മനസ്സാണ്. നിങ്ങൾ ഒരു റിച്ച് മൈൻഡ് സെറ്റ് കൊണ്ടുവരാൻ തയ്യാറുണ്ടെങ്കിൽ, ഒരു സമ്പന്നന്റെ മാനസികാവസ്ഥ കൊണ്ടുവരാൻ തയ്യാറുണ്ടെങ്കിൽ സമ്പത്ത് വരും. തീർച്ചയായിട്ടും കടന്നു വരും. നമുക്ക് ക്ലാരിറ്റി വരും. എന്തൊക്കെ ചെയ്യുമ്പോൾ സമ്പത്ത് കിട്ടും എന്നുള്ള കറക്റ്റ് ക്ലാരിറ്റി നമ്മുടെ മനസ്സിന്റെ അകത്ത്, നമ്മുടെ ജീവിതത്തിൽ കംപ്ലീറ്റ്ലി നമ്മുടെ മുന്നിലേക്ക് വരും. നമ്മുടെ പ്രശ്നങ്ങളിൽ, നമ്മളെ നിരന്തരം വേട്ടയാടുന്ന പ്രശ്നങ്ങളിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കറക്റ്റ് ക്ലാരിറ്റി നമ്മുടെ മുന്നിലേക്ക് വരും. അതിന് നമ്മൾ ക്ലിയർ ചെയ്യണത് നമ്മുടെ ചിന്തകൾ മാത്രമാണ് എന്നുള്ള ഉത്തമ ബോധ്യം അത് നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മുടെ പ്രശ്നങ്ങള്, നമ്മുടെ ദുരിതങ്ങള് എല്ലാം തീർക്കാനായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ കണക്ഷൻ ആണ്. മൈൻഡിൽ നിന്നും ഉള്ള കണക്ഷൻ ആണ് മൊത്തം എന്നുള്ള ഉത്തമ ബോധ്യം. ഓക്കെ, രണ്ടാമത്തേതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ആയിട്ടുള്ള ഇമോഷണൽ ഹെൽത്ത് ആണ്. നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ വികാരങ്ങളെ ദിവസം എണീറ്റ്, രാവിലെ നല്ല ഹാപ്പിനെസ്സിൽ എണീറ്റ് മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞു പോയി എത്ര സമയം എന്തൊക്കെ ചെയ്യുമ്പോൾ ഈ നെഗറ്റീവ് ഇമോഷൻസ് വീണ്ടും വരുന്നു. നെഗറ്റീവായിട്ട് നമ്മുടെ ലൈഫിനെ എപ്പോഴൊക്കെ ഇത് ബാധിക്കുന്നു. രാത്രി ഉറങ്ങുന്നത് വരെയുള്ള സമയത്ത് നിങ്ങളത് നോക്കണം. ഇമോഷണലി നിങ്ങളിപ്പോൾ എത്രത്തോളം ഹെൽത്തി ആണ് എന്നുള്ളത്. നമ്മുടെ ഇമോഷണൽ ഹെൽത്ത്, അതായത് നമ്മുടെ വികാരങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുക എന്നുള്ളത്. നമ്മൾ അറിയാതെ നമ്മൾ ദേഷ്യപ്പെട്ടു പോകുന്നു, നമ്മൾ പോലും എന്താണെന്നറിയാതെ നമ്മൾ സങ്കടപ്പെട്ടു പോകുന്നു. ചില സന്ദർഭങ്ങൾ, ചില സിറ്റുവേഷൻസ്, ചില ആളുകള്, അല്ലെ, ചില സാഹചര്യങ്ങള് നമ്മളല്ലാതെ നമ്മുടെ ഇമോഷൻസ് നമ്മുടെ കൈ വിട്ടു പോകുന്നു. ഇത് എപ്പോ സംഭവിക്കുന്നു? കറക്റ്റായിട്ട് നമ്മളത് നോക്കണം. ഇമോഷണൽ ഹെൽത്ത് ക്രിയേറ്റ് ചെയ്യുക, നമ്മുടെ വികാരങ്ങളെ നമ്മളെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക, ഇമോഷണലി നമ്മൾ മാസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തേത്. നമ്മുടെ മൈൻഡിനെ നമുക്ക് മാസ്റ്റർ ചെയ്യണമെങ്കിൽ, മൈൻഡിലെ ചിന്തകളെ നമുക്ക് ക്ലീൻ ആക്കി കറക്റ്റ് ആക്കി സുന്ദരമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മുടെ ഇമോഷൻസ്. അല്ലേ? ജസ്റ്റ് കമന്റ്. നമ്മുടെ ഇമോഷൻസ്, നമ്മൾ അറിയാതെ നമ്മുടെ പിടിച്ചു വലിക്കുന്ന നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ഇമോഷൻസ്, ഇതിനെ നമ്മൾ ശ്രദ്ധിക്കണം. ചെറുത് മുതൽ തുടങ്ങിയാൽ മതി. ആദ്യം തന്നെ വലിയ ഇമോഷൻസ് എടുത്ത് മനസ്സിനെ ബേജാറാക്കാൻ പോകുന്നു വേണ്ട. സ്ലോലി, വളരെ പതുക്കെ ചെറിയ ഇമോഷൻസ് തൊട്ട് തുടങ്ങുക. എന്തൊക്കെ ഇമോഷൻസ് ആണ് എൻ്റെ അടുത്ത് വരുന്നത്, നിയന്ത്രിക്കാൻ പറ്റാത്ത ഇമോഷൻസ് എപ്പോഴൊക്കെ വരുന്നുണ്ട്, ഏതൊക്കെ സാഹചര്യങ്ങളാണ് എന്നുള്ളത്. ഇമോഷണൽ ജേർണലിംഗ് എന്നാണ് പറയുന്നത്. പറ്റുമെങ്കിൽ എഴുതി വെക്കുക, ഒരു നോട്ട് ബുക്ക് എടുത്ത്. എന്തൊക്കെ ഇമോഷൻസ് ആണ്, നെഗറ്റീവ് ഇമോഷൻസ് ആണ് വരുന്നത്, നിയന്ത്രിക്കാൻ പറ്റാത്തത്, എവിടെയൊക്കെ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ചിന്തകൾ മാത്രമാണ്. ചില ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോഴാണ് ഇമോഷൻസ് വരുന്നത്. അത് ശരിക്കും മിഥ്യയാണ്, അല്ലെ? സത്യമല്ല. നെഗറ്റീവ് ഇമോഷൻസ്, നമ്മുടെ സങ്കടങ്ങളും പരിഭവങ്ങളും പ്രശ്നങ്ങളൊന്നും ശരിക്കും സത്യമല്ല. ചില ചിന്തകൾ വരുമ്പോഴാണ്, ചില ചിന്തകൾ വരുമ്പോൾ അത് നമ്മളെ മുറിവേൽപ്പിക്കുന്നു, അത് നമ്മളെ തോണ്ടി തോണ്ടി മുറിവേൽപ്പിക്കുന്നു. അതാണ് പ്രശ്നമായിട്ട് വരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഇതിൽ നമുക്ക് ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തേതായിട്ട് പതുക്കെ പതുക്കെ നമ്മുടെ ഇമോഷൻസ് നമ്മൾ റിലീസ് ചെയ്യാൻ തുടങ്ങും. പലപ്പോഴും അധികം ആൾക്കാർ ഇമോഷൻസ് ഒക്കെ ഇങ്ങനെ കടിച്ചു പിടിച്ച് ജീവിക്കാൻ ശ്രമിക്കും, അല്ലെ? ഇമോഷൻസ് ഒന്നും ആരോടും പറയില്ല, ആരോടും പങ്കുവെക്കില്ല, സ്വയം കടിച്ചമർത്തി ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിച്ചു കൊണ്ടേയിരിക്കും. ഇങ്ങനെയല്ല. ലൈഫിൽ നമ്മുടെ ഇമോഷൻസ് നമ്മൾ ആദ്യം നമ്മളോട് സ്വയം പങ്കുവെക്കണം. നമ്മളോട് പറയണം, എനിക്ക് ഇങ്ങനത്തെ സങ്കടം ബുദ്ധിമുട്ട് വരുന്നുണ്ട്, ഇറ്റ്സ് ഓക്കെ. എന്നിട്ട് പതുക്കെ നമ്മളത് ബാക്കിയുള്ളവരോട് പ്രകടിപ്പിച്ച് തുടങ്ങണം. റിലീസ് ചെയ്യാന്ന് പറയും ഇമോഷൻസ്. അത് അവിടെ ഇങ്ങനെ പിടിച്ച് പിടിച്ച് ഇങ്ങനെ, അല്ലെ, ഉള്ളിലിങ്ങനെ പിടിച്ചു വെക്കാനുള്ളതല്ല. മൂന്നാമത്തേതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ മുന്നത്തെ സെഷനിലൊക്കെ പറയാറുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ്.
അത് നമുക്ക് എന്തൊക്കെ നന്ദിയുള്ള, നമ്മളെ സഹായിച്ച, നമ്മളെ ശുശ്രൂഷിച്ച, നമ്മളെ ഹെൽപ്പ് ചെയ്ത, നമ്മുടെ ലൈഫിന്റെ ഏതൊക്കെ ഘട്ടങ്ങളിൽ നമ്മൾ താന്നു പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്ത ആളുകൾ ഉണ്ടാവും, നമ്മളെ സമാധാനിപ്പിച്ച ആളുകൾ ഉണ്ടാവും. അവരോട് നമ്മുടെ മനസ്സിന്റെ അകത്തുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി എന്ന് നമ്മൾ പറയും അല്ലെ. ഈ ഗ്രാറ്റിറ്റ്യൂഡ് ദിവസം എന്നും എണീക്കുമ്പം രാവിലെയെങ്കിലും ഈ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ സ്വയം പ്രകാശിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ ലൈഫിൽ പോസിറ്റീവായിട്ട് സംഭവിച്ച കാര്യങ്ങളിൽ അതിലുള്ള നന്ദി, അതിലേക്ക് കൂടുതൽ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുക. ചില ആളുകൾ പറയും അങ്ങനെയുള്ള ഒന്നുമില്ല, എൻ്റെ ലൈഫിൽ ഒരു പോസിറ്റീവും ഇല്ല, ഒക്കെ നെഗറ്റീവാണ്, കംപ്ലീറ്റ്ലി നെഗറ്റീവാണ് എൻ്റെ ലൈഫ് എന്നൊക്കെ വെറുതെ പറയുകയാണ്. നിങ്ങൾ ആ നെഗറ്റീവിന്റെ ലൂപ്പിന്റെ ആ ചെങ്ങലിന്റെ ഉള്ളിൽ പെട്ടതുകൊണ്ട് തോന്നുന്നതാണ്. ലൈഫിൽ എല്ലാവരുടെയും ലൈഫിൽ, ഞാനടക്കമുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ ഒരുപാട് പോസിറ്റീവ് ഉണ്ട്. നമ്മൾ ഇത്ര കാലം ഈ ഭൂമിയിൽ, ഈ ഭംഗിയുള്ള ഭൂമിയിൽ ജീവിക്കാൻ പറ്റി എന്നുള്ളത് തന്നെ നമുക്ക് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകാശിപ്പിക്കാനുള്ള, നന്ദി പ്രകാശിപ്പിക്കാനുള്ള ഒരു സംഭവമാണ്. നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ, നമ്മുടെ സങ്കടങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ്. നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം, ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മുടെ ലൈഫിൽ വീണ്ടും അബണ്ടൻസ് വരണമെങ്കിൽ, സമ്പത്ത്, നമുക്ക് സന്തോഷം വരണമെങ്കിൽ നിർബന്ധമായിട്ടും നമ്മുടെ കയ്യിൽ ഇപ്പയുള്ള കാര്യങ്ങളില് നമുക്ക് എന്തൊക്കെ ഹാപ്പിനെസ് നൽകുന്ന കാര്യങ്ങളുണ്ടോ അത് ഓരോന്നെടുത്ത് മനസ്സിലേക്ക് കൊണ്ടുവന്ന് അതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി നമ്മൾ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. ക്ലിയർ എല്ലാം പറഞ്ഞ് ജസ്റ്റ് കമന്റ് യെസ് ഓർ നോ, ജസ്റ്റ് കമന്റ്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രകാശിപ്പിക്കുക, നന്ദി പ്രകാശിപ്പിക്കുക. നമ്മുടെ ഈ സെഷൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് കേൾക്കാനുള്ള ശേഷി ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള നന്ദി നിങ്ങൾ പ്രകാശിപ്പിക്കണം. ഇപ്പോ കാണാനുള്ള ശേഷിയുണ്ട് നമുക്ക് അല്ലെ. ഇത്രയും ലൈഫിൽ അനുഗ്രഹങ്ങളില്ലാത്ത ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ടായിരിക്കെ നമ്മൾ എന്തുകൊണ്ട് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ, അതിനുള്ള നന്ദി പ്രകാശിപ്പിക്കാൻ നമ്മൾ മറന്നു പോകുന്നു. എപ്പോഴും അധികം ആൾക്കാരും പറയും ഇതില്ല, എനിക്ക് ലൈഫിൽ അത് കിട്ടിയിട്ടില്ല, ഇത് കിട്ടിയിട്ടില്ല, ലൈഫ് തീർന്നാ മതിയായിരുന്നു, എന്തിനാണ് എന്നെ ഇങ്ങനെ പടച്ചു വിട്ടത് എന്നുള്ളത് അല്ലെ. ഭയങ്കര നന്ദി കേടിന്റെ സംസാരങ്ങളാണ് അതൊക്കെ അല്ലെ. അങ്ങനത്തെ സംസാരങ്ങൾ നമ്മളിൽ നിന്നും വന്നു പോവരുത്. നമ്മൾ കൂട്ടുകാരുടെ ഒപ്പം, നമ്മുടെ സുഹൃത്തുക്കളുടെ ഒപ്പം, നമ്മുടെ അയൽവാസികളുടെ ഒപ്പം ഒക്കെ നിൽക്കുമ്പോൾ നമ്മള് ഗ്രാറ്റിറ്റ്യൂഡിന്റെ സംസാരമായിരിക്കണം സംസാരിക്കേണ്ടത്. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ചായിരിക്കണം നമ്മൾ പറയേണ്ടത്. ഇല്ലായ്മകളെ കുറിച്ച്, ദുരിതങ്ങളെ കുറിച്ചാണ് എപ്പോഴും നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷമുള്ള മനസ്സ്, സന്തോഷമുള്ള ജീവിതം, സന്തോഷമുള്ള ഒരു ഹാപ്പിനെസ് ഉള്ള ഒരു ലൈഫിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. വളരെ സിമ്പിൾ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. മൂന്നാമത്തെ നമ്മുടെ ഇമോഷണൽ മാസ്റ്ററിയിൽ ഇമ്പോർട്ടന്റ് സംഭവമാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകാശിപ്പിക്കുക എന്നുള്ളത്. ഓക്കെ ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണ്. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് സ്പിരിച്വൽ ഗ്രോത്ത് എന്നാണ് പറയുക. സ്പിരിച്വൽ എന്ന് പറഞ്ഞാല് നമ്മുടെ ഓരോരുത്തർക്കും ഓരോ ധാർമ്മിക ബോധങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. നമ്മുടെ നമ്മുടെ ലൈഫിന്റെ ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. അത് ഓരോ ഓരോ ഫിലോസഫിയിൽ ഓരോന്ന് പറയും. നമ്മുടെ മതപരമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കാം, എന്തോ ആയിരിക്കാം. അതിൽ നമ്മൾ ഗ്രോ ചെയ്യണം എന്നുള്ളതാണ് ഒരു സ്പിരിച്വൽ ലൈഫ്. ഈ ലോകത്തിന്റെ മൊത്തം എനർജിയിലേക്ക് ഒരു സ്പിരിച്വൽ ഗ്രോത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ജപ്പാനീസ് അവരുടെ ഫിലോസഫിയിൽ പറയും ഇക്കിഗ എന്നുള്ളത് നമ്മുടെ ലൈഫിന്റെ പർപ്പസ്. എന്തിനു വേണ്ടി നമ്മൾ ഇവിടെ ജീവിക്കുന്നു? കുറെ രാവിലെ എണീക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, വീണ്ടും ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. ദിവസവും നമ്മൾ ഒരേ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ലൈഫിന് ഒരു പർപ്പസ് ഇല്ലെങ്കിൽ, കറക്റ്റ് ആയിട്ട് എന്തിന് നമ്മൾ ജീവിക്കുന്നു എന്നുള്ള ഒരു കറക്റ്റ് ഗോൾ നമ്മുടെ അടുത്തില്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിനാണ് നമ്മൾക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത്. സ്പിരിച്വൽ ഗ്രോത്ത് വരാനായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് അഫർമേഷൻസ് ആണ്. അഫർമേഷൻസ് അഥവാ പ്രാർത്ഥനകൾ അല്ലെ. അതുവഴിയാണ് നമുക്ക് ശരിക്കും സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുക. സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് എത്തണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സ് ക്ലിയർ ആയിരിക്കണം.
എങ്കിൽ മാത്രമേ നമുക്ക് സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മനസ്സ് ഇങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാനുള്ളത് അതിന്റെ കാര്യങ്ങള് നമ്മൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിലെ കാര്യങ്ങൾ എന്നുള്ളത് ക്ലിയർ കട്ട് ആയിട്ട് നമുക്ക് മനസ്സിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഐഡിയ വേണം. സ്പിരിച്വൽ ഗ്രോത്ത് അത് നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും അത് നിങ്ങളുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ഓരോരുത്തരുടെയും ധാർമ്മിക ബോധം, അല്ലെ? ആ ധാർമ്മിക ബോധത്തിന് മുറിവേൽപ്പിക്കുമ്പോഴാണ്, അതിലെന്തെങ്കിലും പ്രശ്നം സംഭവിക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ വല്ലാണ്ട് താന്നു പോകുന്നത്, അല്ലെ? അപ്പോഴാണ് നമുക്ക് കുറ്റബോധവും പ്രശ്നങ്ങളും ആകെ മനസ്സ് അസ്വസ്ഥമായി പോകുന്നത്. നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്തിലേക്ക്, ധാർമ്മികമായിട്ടുള്ള ജീവിതത്തിലേക്ക് തിരിച്ച് നടക്കുക എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം ഓവറായിട്ട് നിങ്ങൾ ഒരു മതജീവിയായി മാറണം എന്നുള്ളതല്ല. ഒരു സന്തോഷം നൽകുന്ന ശരിക്കുള്ള യഥാർത്ഥമായിട്ടുള്ള ധാർമ്മിക ബോധത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സ് ക്ലിയർ ആയാൽ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിലേക്ക് എത്തിപ്പെടും എന്നുള്ളതാണ് സത്യം, അല്ലെ? ക്ലിയർ അല്ലേ? കൂടുതൽ വിശദീകരിക്കേണ്ടല്ലോ, ഇത് ക്ലിയർ അല്ലേ? പിന്നെ ഉള്ളത് ഡീടോക്സിഫിക്കേഷൻ എന്നാണ്. ഡീടോക്സിഫിക്കേഷൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മാലിന്യങ്ങൾ നമ്മൾ എടുത്ത് പുറത്ത് കളയുക എന്നുള്ളതാണ്. ക്ലിയർ ഔട്ട് ചെയ്യുക. നമ്മൾ നല്ല തിരക്കുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ, ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അവിടെ ക്ലീനിങ്ങിന് വേണ്ടി പ്രത്യേകം ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അതിൽ കുറെ സ്റ്റാഫുകൾ ഉണ്ടാവും, സൂപ്പർവൈസർ ഉണ്ടാവും, മാനേജർ ഉണ്ടാവും, ഓലെ ഹെഡ് ഉണ്ടാവും, അല്ലെ? ക്ലീനിങ്ങിന് വേണ്ടിയുള്ള സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ വേറെ കുറെ ആൾക്കാരുണ്ടാവും, അല്ലെ? ക്ലീൻ ചെയ്ത സംഭവങ്ങൾ കൊണ്ടുപോകാനായിട്ട്, വേസ്റ്റ് കൊണ്ടുപോകാനായിട്ട് വേറെ ആൾക്കാരുണ്ടാവും, അല്ലേ? നമ്മൾ തിരക്കുള്ള സ്ഥലങ്ങളിൽ അവിടെ ക്ലിയർ ആയിട്ട് ക്ലീൻ ആയിട്ട് നിൽക്കണമെങ്കിൽ നിർബന്ധമായിട്ടും കറക്റ്റ് ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കണം, പ്രത്യേകിച്ച് ആളുകൾ പോകുന്ന സ്ഥലമാണെങ്കിൽ. അതേപോലെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിൽ ദിവസവും ഓരോ മിനിറ്റിലും നമ്മൾ ഒരുപാട് ചിന്തകൾ പറഞ്ഞയക്കുന്നുണ്ട്. 60,000-ഓളം ചിന്തകളൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക്. ചില ചിന്തകൾ നമ്മൾ ബോധപൂർവം കൊടുക്കുന്നത്, ചിലത് നമ്മൾ പോലും ശ്രദ്ധിക്കാതെ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് പോയി ഒരുപാട് ചിന്തകൾ കടന്നു പോകുന്നുണ്ട്. ഇതിൽ പല ചിന്തകളും നമ്മുടെ മനസ്സിൽ മാലിന്യങ്ങൾ തള്ളിയ പോവുക, അല്ലെ? നമ്മുടെ ഇമോഷൻസിനെ ഉദ്ദീപിപ്പിച്ച് തട്ടി വിളിച്ച് ഉറങ്ങിക്കിടക്കുന്ന പല ഏരിയാസിനെയൊക്കെ മുട്ടി വിളിച്ചിട്ടാണ് പല ചിന്തകളും പോവുക. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എല്ലാം നമ്മൾ ഒരുപാട് മാലിന്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ചിന്തകൾ തന്നെ നമ്മുടെ ശരീരത്തിൽ മാലിന്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനൊക്കെ ക്ലിയർ ചെയ്യാനുള്ള പരിപാടികൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഇതിനാണ് നമ്മൾ ശരിക്കും ഡീടോക്സിഫിക്കേഷൻ ചെയ്യുക എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ലൈഫിൽ ഓരോ ദിവസത്തെ ലൈഫിനെയും നമ്മൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള സമയത്ത് പരമാവധി നമുക്ക് പറ്റാവുന്ന അത്ര സമയം ആ പ്ലാനിങ് നമുക്ക് ഉണ്ടായിരിക്കണം. കുറച്ച് സമയം നിങ്ങളൊന്ന് വിയർക്കാനുള്ള ചെറിയ എക്സസൈസുകൾക്ക് വേണ്ടി കൊച്ചു കൊച്ചു സംഭവങ്ങൾ, വിയർക്കാനുള്ള സംഭവങ്ങൾ ചെയ്യാൻ മാറ്റിയേക്കുക. അതിപ്പോ ഇന്ന് പൊതുവെ നടക്കുന്നത് ഭയങ്കരമായിട്ട് ജിമ്മിൽ പോയി ഭയങ്കരമായിട്ട് സ്ട്രെച്ച് എക്സസൈസ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും നമ്മൾ മൈൻഡ് ക്ലിയർ ആയിട്ട് മസിൽസിനുള്ള ചെറിയ ഒരു വർക്കൗട്ട് നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് മതി. അടുക്കള ജോലി ചെയ്യുന്നവർക്ക് അത് മതിയല്ലേ? അതിന്റെ ഒരു വർക്ക് ലോഡ് ചെയ്യുന്നവർക്കേ അറിയുള്ളൂ. ജിമ്മ് പോകുന്നതിനേക്കാളും ഓടിപ്പിടഞ്ഞ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും മുന്നത്തെ സെഷനിലേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾക്ക് ആരോഗ്യം വരണമെങ്കിൽ, അതുകൊണ്ട് സന്തോഷം കിട്ടണമെങ്കിൽ മൈൻഡ്ഫുൾ ആയിരിക്കണം. ചെറിയ ചെറിയ കൊച്ചു കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക, അതിൽ ആത്മാർത്ഥമായിട്ട് മുഴുകി ജീവിക്കാനാണ്. ശരിക്കും ഇക്കിഗായിന്റെ ഒരു ബാക്കിയായിട്ട് അവർ പറയുന്നതാണ്, ആ കാര്യങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് മുഴുകുക, മുഴുകി ജീവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, നിങ്ങളുടെ വർക്കിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ക്ലിയർ, ആ മാനസികപരമായിട്ടുള്ള സ്ട്രെസ് മാറിപ്പോവും. ടോക്സിൻസ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ടൂളാണ് മെഡിറ്റേഷൻ, അതേപോലെ തന്നെ മൈൻഡ്ഫുൾനെസ് എന്നുള്ളത്. ഓക്കെ. പിന്നെ ഉള്ളത് നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ സുഹൃത്തുക്കള്, നമ്മുടെ സൊസൈറ്റി ഒക്കെ
നമുക്ക് ചുറ്റുമുള്ളവരിൽ നമ്മളെ പോസിറ്റീവായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന, നമ്മുടെ ലൈഫിൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആളുകളെ നമ്മൾ ഫോക്കസ് ചെയ്യണം. അവരിലേക്ക് കൂടുതലായിട്ട് നമ്മുടെ ലൈഫ് ഫോക്കസ്ഡ് ആവണം. ക്ലിയർ അല്ല? അതിന് നമ്മൾ പറയുക നമ്മുടെ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എന്നുള്ളതാണ്. നമുക്ക് ചുറ്റുമുള്ള വൈബ് അല്ലെ, നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ നമ്മൾ എത്ര പോസിറ്റീവ് ആയിരുന്നാലും ചിലപ്പോൾ നമ്മളെ ഒന്ന് താന്നു പോയേക്കാം. ഇറ്റ്സ് ഓക്കെ. അപ്പൊ നമ്മളെ പിടിച്ചുയർത്താൻ ചുറ്റും ആള് വേണം. ശരിക്കും നമ്മൾ EFT കമ്മ്യൂണിറ്റിയിലൂടെ, ഈ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിലൂടെ അതും കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലൈഫിൽ ആരെങ്കിലും താന്നു പോയാൽ അവരെ പിടിച്ചുയർത്തുക, തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ ഇന്നത്തെ സെഷൻ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അപ്പോ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഡെയിലി ലൈഫ് നമ്മൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ സന്തോഷത്തിന് വേണ്ടി എന്താണോ നമ്മുടെ ലൈഫിൽ ലക്ഷ്യം വെച്ചത്, ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറാവണമെങ്കിൽ അതിന്റെ കാരണം ബാക്കിയുള്ളവരെ ചാർത്തി ചാർത്തി ഹോസ്പിറ്റലുകളാണ്, എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ അസുഖങ്ങളാണ്, ഇതൊന്നും ഒരിക്കലും മാറില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരമായിട്ട് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഓരോന്നായിട്ട് ക്ലിയർ ചെയ്യാൻ നിങ്ങൾ എന്ന് ശ്രമിക്കുന്നോ, അതിനെന്ന് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നോ, അന്ന് മുതൽ നിങ്ങൾ ആരോഗ്യത്തിലേക്കുള്ള യാത്ര തുടങ്ങി കഴിഞ്ഞു. അതധികം വലിയ യാത്രയൊന്നുമല്ല, ഒരുപാട് വലിയ യാത്രകളൊന്നുമല്ല. കറക്റ്റായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഓരോരുത്തർക്കും ഓരോ സമയമായിട്ടിരിക്കുക. ചിലർക്ക് പെട്ടെന്ന് തിരിച്ച് ആരോഗ്യത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റും, ചിലർക്ക് ഒരല്പം സമയം കൂടുതൽ എടുത്തേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ഈ മാർഗത്തിലൂടെ പോയി കഴിഞ്ഞാൽ എത്തിയിരിക്കും എന്നുള്ളത് പൂർണ്ണമാണ്, കംപ്ലീറ്റ് ആണ്. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്കപ്പോ ഇന്നത്തെ സെഷൻ നിർത്താം. ഓക്കെ, സുമേഷ്, ലത, താങ്ക് യു. ഡൗട്ട്സ് ഒന്നുമില്ല എല്ലാവർക്കും? ഹൗ വാസ് മെഡിറ്റേഷൻ സെഷൻ ടുഡേ? അതേപോലെ തന്നെ നമ്മുടെ മീറ്റപ്പിലേക്ക് കുറെ ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്നർ ഡിസൈനിങ് മീറ്റപ്പിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുള്ള ആളുകൾ രജിസ്റ്റർ ചെയ്യുക. EFT ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് ഇതിൽ പുതിയ വന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് ഇമോഷൻസിനെ ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഹീൽ ചെയ്യാൻ ഇറങ്ങി തിരിച്ചാൽ ചിലപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ചെയ്യാൻ പറ്റില്ല. ഒരു സപ്പോർട്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള അതിനുള്ള മെത്തേഡ്സ്, റൂൾസ് വേണ്ടി വരും. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഇന്ന് ലോകത്ത് തന്നെ അവൈലബിൾ ആയിട്ടുള്ള മൈൻഡ് ഹീലിങ്ങിനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് EFT ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് എന്നുള്ളത്. നമ്മുടെ ചിന്തകൾ വരുമ്പം ചില ചിന്തകൾ നമ്മുടെ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, നമ്മളെ ഹീൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കുന്നു. നമ്മളൊരു കിണർ കുഴിക്കുമ്പോൾ വലിയ പാറ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതിൻ്റെ അടിയിലേക്ക് വീണ്ടും കൈക്കോട്ടെടുത്ത് മൺവെട്ടി എടുത്ത് കുഴിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് അകത്തേക്ക് പോവാൻ സാധിക്കില്ല. അത് ബ്രേക്ക് ചെയ്യുക തന്നെ വേണം. അതിനെ മൈൻഡ് ഹീൽ ചെയ്യാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാസ്റ്റ് ലൈഫ് ട്രോമകളെ ഹീൽ ചെയ്യാനുള്ള ടൂളാണ് EFT ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക്. ഇത് മാക്സിമം എല്ലാ ആളുകൾക്കും അവൈലബിൾ ആകുന്ന രീതിയിൽ, ശരിക്കും ഇത് ഇന്ന് അധികം നടക്കുന്നത് ഒരു പ്രീമിയം സർവീസ് ആണ്, അൾട്രാ പ്രീമിയം സർവീസ് ആയിട്ടാണ് മൈൻഡ് ഹീലിംഗ് ഒക്കെ നടക്കുന്നത്. ഇത് അധിക പേർക്കും അഫോർഡബിൾ ആകുന്ന റേറ്റിൽ അല്ലെ ആളുകളിലേക്ക് എത്തിക്കുക എന്നതുള്ളതാണ് EFT മെന്ററിന്റെ ഒരു ഗോള്, അതിന്റെ ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത്. കാലിക്കറ്റ് വെച്ച് സെപ്റ്റംബർ 8-നാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. നിങ്ങൾക്ക് വേറെ എവിടുന്നും, എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, വേറെ എവിടുന്നും ഇതേ റേറ്റിൽ നിങ്ങൾക്ക് മൈൻഡ് ഹീലിംഗ് പ്രോഗ്രാം കിട്ടില്ല. കാരണം EFT മെന്ററിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ആളുകളിലേക്ക്, മാക്സിമം ആളുകളിലേക്ക് അവർക്ക് അഫോർഡബിൾ ആവുന്ന രീതിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. ക്ലിയർ അല്ല ഞാൻ പറഞ്ഞത്? അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ നിർത്താം. ഇതിൽ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ? വേണമെങ്കിൽ മൈക്ക് എടുക്കാം, സംസാരിക്കാം. ഓക്കെ, ഇന്നത്തെ സെഷൻ നമുക്ക് നിർത്താം. ഓക്കെ, താങ്ക് യു ആൾ.